എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LED ബൾബിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് LED ബൾബുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഗ്ലോ ചെയ്ത് നിൽക്കുകയാണ്. രണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ഫിലമെന്റ് ബൾബ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ LED ഫിലമെന്റ് ബൾബിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ രണ്ട് ബൾബും ഫിലമെന്റ് ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചരിച്ചു വെക്കുകയാണ്. അപ്പോൾ ചരിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൽ 4 ഫിലമെന്റുകളാണ് വടി പോലെ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 1, 2, 3, ഇതിന്റെ അടിഭാഗത്ത് 1, 4. അപ്പോൾ 4 ഫിലമെന്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഈ രണ്ടിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ 4 ഫിലമെന്റ് വെച്ചിട്ടാണ് ഈ ബൾബ് പ്രകാശിക്കുന്നത്. അപ്പോൾ ഇത് LED ബൾബ് ആയതുകൊണ്ട് ഇതിന് ചെറിയൊരു സർക്യൂട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് AC DC ആക്കാനുള്ള ഒരു ചെറിയ സർക്യൂട്ട് മാത്രമാണ്. നമുക്ക് സാധാരണ വാങ്ങാൻ കിട്ടുന്ന LED ബൾബിലുള്ള വലിയൊരു സർക്യൂട്ട് അല്ല, ഒരു കുഞ്ഞു സർക്യൂട്ട് ഈ ബൾബിന്റെ മൗണ്ടിങ് പിന്നിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഫിലമെന്റ് വെക്കുന്നതിന്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു ₹1 വട്ടത്തിലാണ് അതിൻ്റെ ഒരു ചെറിയ സർക്യൂട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിലമെൻറ്റ് നമുക്കിങ്ങനെ കറക്കി നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. 4 ഫിലമെൻറ്റുകളാണ് ഉള്ളത്. 4 ഫിലമെൻറ്റുകൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലമെൻറ്റുകൾ എന്ന് പറയുന്നത് ഈ ഫിലമെൻറ്റ് ഒത്തിരി ഇവിടെ പ്രചരിച്ചിട്ടുള്ളതാണ്. സാധാരണ LED ബൾബിനേക്കാളും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബൾബാണ് LED ഫിലമെൻറ്റ്. അപ്പോൾ ഈ LED ഫിലമെന്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വാം കളറിലുള്ളതും അതിൻ്റെ മൗണ്ടിങ് പിന്നെ ഇതുപോലെ ത്രെഡ് ഉള്ളതാണ്. അപ്പോൾ ത്രെഡ് ഉള്ളതിനെ നമ്മൾ E27 എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഇതൊരു ഫിലമെന്റ് സാധാരണ ബൾബാണ്. ഇത് 100 വാട്ട്സിന്റെ നോർമൽ ബൾബ് ആയതുകൊണ്ട് ഇതും ഇതേപോലെ സ്ക്രൂ ടൈപ്പ് അല്ലെങ്കിൽ ത്രെഡ് ടൈപ്പ് E27 എന്ന മട്ടിലാണ് നമുക്ക് ഇതിനു മുമ്പ് കിട്ടുന്നത്. അപ്പോൾ ഈ ബൾബിന്റെ പ്രത്യേകത ഇത് B22 എന്ന് പറയുന്നതാണ്. അപ്പോൾ B22 ഇതേപോലെ 2 പിന്ന് അരികളുള്ളതുകൊണ്ട് ഇതിനെ പിൻ ടൈപ്പ് എന്ന് എളുപ്പത്തിൽ പറയാം. അപ്പോൾ ഇത് മൗണ്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനെ B22 എന്നാണ് പറയുന്നത്. ഇത് E27ഉം ഇത് B22. സാധാരണ ഫിലമെന്റ് ബൾബ് 100 വാട്ടിന്റെ സാധാരണ ഫിലമെന്റ് ബൾബാണ്. ഇത് ഡയറക്റ്റ് AC ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു സർക്യൂട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ഫിലമെന്റ് ബൾബ് ഇവിടെ ഫിലിപ്സ് എന്ന പേര് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ വാട്ടേജ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേവരെ കിട്ടാത്ത ഒരു വാട്ടേജ് ആണിത്. ഇത് 9 വാട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. സാധാരണ ഫിലമെന്റ് ബൾബുകൾ നമുക്കിവിടെ കിട്ടുമെങ്കിലും അത് ഏകദേശം 4 വാട്ട് അല്ലെങ്കിൽ 3 വാട്ട് 2 വാട്ട് എന്നിങ്ങനെയുള്ള ഒരു റേഞ്ചിലാണ്. അപ്പോൾ അതൊരു ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. പല വലിയ വലിയ ഷോപ്പുകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒത്തിരി ബൾബുകൾ ഇതേപോലെ ഇട്ടിട്ട് അതൊരു അട്രാക്ഷന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആ ഒരു ബൾബ്, അതായത് ഈ ഫിലമെന്റ് ബൾബ് വാം കളറിൽ വന്നിരുന്നെങ്കിലും അത് വാങ്ങാനായിട്ട് സാധാരണക്കാർക്ക് പറ്റാത്തത്രയും വിലയായിരുന്നു. ഏകദേശം 300 രൂപ അടുത്താണ് അതിൻ്റെ വില വന്നിരുന്നത്, വെറും 4 വാട്ട്. അപ്പോൾ അത് വളരെ വില കുറഞ്ഞ് 150 രൂപ വരെയൊക്കെ എത്തിയായിരുന്നു. പക്ഷേ ഈ ഒരു ബൾബിൻ്റെ MRP ഇട്ടിരിക്കുന്നത് 160 രൂപയാണ്. അപ്പോൾ നമുക്ക് ആ ബൾബിൻ്റെ ഫുൾ ഡീറ്റെയിലോട്ടൊന്ന് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ബൾബിൻ്റെ കേസാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാർട്ടൺ ആണ്. അപ്പോൾ ഇതിൽ ഫിലിപ്സ് എന്ന കമ്പനിയുടെ പേരെഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രിയിൽ ഇതിൻ്റെ പ്രകാശം കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ഗ്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത നമ്മളുടെ സാധാരണ ഫിലമെന്റ് ബൾബും ഫുൾ ഗ്ലോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഏരിയയിൽ ഇത് ബ്രൈറ്റ് കിട്ടും. നമുക്കിവിടെ ലഭിച്ചു വരുന്ന ഫിലമെന്റ് ബൾബ് ഇതാണ്. അപ്പോൾ ഈ ഫിലമെന്റ് ബൾബിൽ ഇതിൻ്റെ ടിപ്പിൽ മാത്രമേ പ്രകാശമുള്ളൂ, ഫുൾ ഏരിയയിൽ ഇതില്ല. അപ്പോൾ ഇതിനെ ഫുൾ ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ഭാഗം ഇത് അടഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ, അതായത് താഴത്തോട്ട് മാത്രം. സൈഡിലോട്ടൊക്കെ നമുക്ക് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ മുകളിൽ അടുപ്പം കുറച്ചും താഴത്തെ അകലം കൂട്ടിയുമാണ് ഇതിന്റെ 4 ഫിലമെന്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ഫുൾ ഏരിയയിൽ ഇതിന്റെ ബ്രൈറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫാൻസി ലാമ്പുകളിലോ ഇല്ലെങ്കിൽ അതേപോലെയുള്ള ഏത് ലൈറ്റിലായാലും ഫുള്ളായിട്ട് പ്രകാശം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ചില വാൾ ഫിറ്റിങ്ങുകളിലൊക്കെ നമ്മൾ നോർമലി ഉള്ള ബൾബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷെയ്ഡിൽ ഫുൾ ഏരിയയിൽ ബ്രൈറ്റ് വരാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഷെയ്ഡ് പോലെ തോന്നാം.
അതായത് ഒരു ഇരുട്ട് പോലെ തോന്നും. ഈ ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് കവർ ചെയ്യും. കാരണം മുന്നത്തെ ഫിലമെന്റ് ബൾബ് പോലെ തന്നെയാണ് ഇതിന്റെ മേക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഫുൾ ഗ്ലോ എന്ന് പറയുന്നത്. ഇത് അടുത്തതിൻ്റെ താഴത്തെ അതിൻ്റെ വാട്ടേജാണ് എഴുതിയിരിക്കുന്നത് 9 വാട്ട്. പിന്നെ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് ഐക്കൺ ഫോർട്ട്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരു ഇറിറ്റേഷൻ വരാത്ത രീതിയിലാണ് ഈ ഫിലമെന്റ് ബൾബ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയുള്ള LED ബൾബിൻ്റെ ഈ ക്യാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ LED ബൾബുകൾ ഇവിടെ കാണാം. ഈ LED ബൾബുകൾ പ്രകാശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിലോട്ട് ഡയറക്റ്റ് നോക്കാൻ പറ്റില്ല. നോക്കിയാൽ നമ്മുടെ കണ്ണിന് ഒരു ഇറിറ്റേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇറിറ്റേഷൻ മൂലം നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് നോക്കാൻ പറ്റും. പക്ഷേ LED ഫിലമെന്റ് ബൾബിൽ നമുക്ക് ഡയറക്റ്റ് നോക്കുന്നതുകൊണ്ട് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ബൾബിന്റെ ഈ നോർമലി ഉള്ള LED ബൾബിന്റെ പിൻഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഒരിക്കലും വെളിച്ചം കിട്ടുന്നില്ല. ഈ ഒരു ഡിഫ്യൂസർ വെച്ചിട്ടാണ് ഇതിന്റെ വെളിച്ചം നേരെ ഇതിന്റെ ഒരു ഡയറക്ഷനിലോട്ട് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിഫ്യൂസർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിതിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ബൾബ് 2 ടൈപ്പ് മേക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള സ്ക്രൂ ടൈപ്പ് അല്ലെങ്കിൽ E27 പിന്നെ നമ്മൾ നോർമലി എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ പൊതുവെ ഉള്ള എല്ലാ ഹോൾഡറിലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള B22 പിൻ ടൈപ്പുള്ള കണക്ടർ മേക്കുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്ലെയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് 54% ലോ ഗ്ലെയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ MRP കൊടുത്തിരിക്കുന്നത് 165 രൂപ ഇൻക്ലൂസീവ് ഓൾ ടാക്സസ്. അപ്പോൾ ഈ 165 രൂപ ഓരോ പ്രദേശത്തെ കടകളിൽ അവരുടെ മാർജിൻ കുറച്ചെടുക്കുന്നത് എത്രയാണോ ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. മാക്സിമം കൊടുത്തിരിക്കുന്ന റേറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ ബൾബ് വാങ്ങുന്നത് എൻ്റെ സ്ഥലമായ എറണാകുളത്ത് കലൂരിലുള്ള ആസാദ് ഇലക്ട്രിക്കൽസ് എന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് മാക്സിമം മാർജിൻ കുറച്ചിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മാർജിൻ എടുത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഈ 165 എന്നുള്ളത് നമുക്ക് ഗെറ്റിംഗ് പ്രൈസായ 110 റുപ്പീസിലാണ് ഇത് കിട്ടുന്നത്. സാധാരണ LED ബൾബിന് ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 90 രൂപയും 80 രൂപ വരെയൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ 100 രൂപയായിരുന്നു. അപ്പോൾ ഇതും വളരെ ഇങ്ങനെ കുറഞ്ഞ് വരും. എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ബോക്സിൽ എഴുതിക്കുന്നത് വാട്ട്സാണ്. അപ്പോൾ പിന്നെ ഇയർ ആൻഡ് മന്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 2022 ഇത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കിവിടെ ലഭ്യമായി തുടങ്ങിയത് ഏകദേശം ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2 മാസം മുമ്പ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ഒരു പരിചയമില്ലാണ്ട് പരിചയപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത്. അതുമല്ല നമ്മൾ ഇതിനു മുമ്പ് എല്ലായിടത്തും കണ്ടിട്ടുള്ള വാം കളർ അല്ലാത്തതുകൊണ്ട്, അതായത് ഒരു യെല്ലോ കളർ അല്ലാത്തതായതുകൊണ്ട് ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത ഫുൾ വൈറ്റ് ആണ്. അതുതന്നെ നമുക്ക് നല്ലൊരു അനുഗ്രഹമാണ്. കാരണം എല്ലാ തരത്തിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതും വളരെ എളുപ്പത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതുമാണ്. പിന്നെ സാധാരണ LED ബൾബും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. ഈ ഡിഫ്യൂസർ പ്ലാസ്റ്റിക്, അതേപോലെ ഇതിന്റെ ബാക്ക് കവറും പ്ലാസ്റ്റിക്. ഇപ്പോൾ ഡിഫ്യൂസർ കുറച്ച് നാളാകുമ്പോൾ ഒരു ചെറിയൊരു മങ്ങൽ വരാം, അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇതാകും. പക്ഷേ ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫിലമെന്റ് ബൾബിൽ വെച്ചിട്ടുള്ള സെയിം മെറ്റീരിയലാണ്. അതായത് ഗ്ലാസ് മെറ്റീരിയലാണ്. ഒരിക്കലും ഇത് മങ്ങിപ്പോയില്ല. ഇനി നമുക്ക് ഇത് വെള്ളം നനച്ച് തുടച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതും തുടച്ചെടുക്കാം. എന്നിരുന്നാലും അത് മങ്ങിപ്പോയാൽ അതിൻ്റെ കളർ ഒരിക്കലും പോകുന്നതല്ല. ഇനി നമുക്ക് 2 ബൾബിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് 2 ബൾബാണ്. അതായത് നോർമലി ഉള്ള ഫിലമെന്റ് ബൾബും ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഫുൾ വൈറ്റ് കളറിലുള്ള ഫിലമെന്റ് ബൾബുമാണ്. അപ്പോൾ ഇവിടെ 100 വാട്ടിൻ്റെ നോർമൽ ബൾബും 9 വാട്ടിൻ്റെ ഫിലമെന്റ് ബൾബാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ഒരു കമ്പാരിസനാണ് ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ഈ 100 വാട്ടിന് ഈക്വലാണ് ഈ 9 വാട്ട് ഫിലമെന്റ് ബൾബ്. അപ്പോൾ നമുക്ക് അത്രയും എനർജി, അതായത് ഒരു 90% ഇത് അധികം യൂസ് ചെയ്യുകയാണ്. പിന്നെ ഈ ബൾബ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഗ്ലാസ് ടൈപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ചൂടാകാൻ തുടങ്ങും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബേസും പിൻ ചെയ്തിരിക്കുന്ന അലൂമിനിയം ഭാഗവും ചൂടാൻ തുടങ്ങും. പക്ഷേ ഈ ഒരു ബൾബിന് ആ ഒരു ഇഷ്യൂസ് ഇല്ല. കാരണം ഇത് ചൂടാകുന്നില്ല. അതായത് ഡേ ലൈറ്റിൻ്റെ ഒരു കളറും അതേപോലെ നോർമൽ ഹീറ്റുമാണ് ഇതിനുള്ളത്. നോർമൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കൈ പൊള്ളുകയോ ഇല്ലെങ്കിൽ ചൂടാകുകയോ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഞാനിപ്പോൾ ഈ LED ബൾബ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു വെളിച്ചം തന്നെയാണ് ഈ അറ്റ്മോസ്ഫിയറിലുള്ളത്. ഇനി ഞാനിപ്പോൾ ഈ 100 വാട്ട് ബൾബും കൂടെ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ 100 വാട്ട് ബൾബ് ഈ ഫിലമെന്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു മഞ്ഞ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അരോചകമായിട്ടുള്ള വെളിച്ചമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 9 വാട്ടിൻ്റെ ഫിലമെന്റ് ബൾബ് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതും ഏറ്റവും നല്ലൊരു വെളിച്ചം എന്ന് പറയാൻ പറ്റിയതും. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമുക്ക് ഇതിൽ കൂടി നോക്കിയാൽ കാണുന്നത്. ഇപ്പോൾ ഈ ബൾബ്
നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ പൊള്ളുന്നുണ്ട്. ഇത് ഊരിയെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബൾബിലാണെങ്കിൽ നമുക്ക് നോർമൽ ഹീറ്റേ ഉള്ളൂ, ഇതിങ്ങനെ പിടിച്ച് നിൽക്കാം. പക്ഷേ ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇത് വല്ല തുണിയൊക്കെ കൂട്ടിയാണ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ സവിശേഷതകൾ ഇത്രയുമാണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിലമെൻ്റ് ബൾബിൻ്റെ സെയിം ടെക്നോളജി ആയതുകൊണ്ട് അതിൻ്റെ ലൈഫ് തന്നെ ആയിരിക്കുള്ളൂ. അതായത് ഈ ഒരു വടി പോലെ ഇരിക്കുന്നതിൽ കുഞ്ഞ് LED-കളാണ്. അപ്പോൾ അതിനെ ഒരു ഫിലമെൻ്റ് രൂപത്തിലാക്കിയെന്നേ ഉള്ളൂ. അതിങ്ങനെ രണ്ടറ്റത്തും കണക്ഷൻ ഇങ്ങനെ ലിങ്ക് ചെയ്താണ് താഴത്തോട്ട് മെയിൻ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫിലമെന്റ് പോലെ തോന്നുമെങ്കിലും അതിൽ വളരെ പൊടിയായിട്ടുള്ള ചെറിയ LED-കളാണ്. ഇതിനെ ഒരു ട്യൂബ് ലൈറ്റ് ആയിട്ട് ഇതിന്റെ ചെറിയ ഒരു വടിയെ ഉപമിക്കാം. അപ്പോൾ അതേപോലെ ഒരു 4 ട്യൂബ് ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തേക്കുന്ന മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോമ്പാറ്റബിളും എക്കണോമിക്കലുമാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.